പകർച്ചവ്യാധി സാധ്യതയുള്ള ഈ കാലവർഷക്കാലത്ത് വയനാട് സുഗന്ധഗിരിയിലെ സർക്കാർ LP സ്കൂളിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം വൃന്ദാവൻ സർക്കാർ LP സ്കൂളിലെ ക്ലാസ് മുറിയാണ് PHC ആക്കി മാറ്റിയത്. PHCയിലെത്തുന്ന രോഗികൾ സ്കൂളിലെ ശുചിമുറി ഉൾപ്പെടെ ഉപയോഗിക്കുന്നതും ആശങ്കയേറ്റുകയാണ്. ഈ സംഭവം 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആരോഗ്യ കേന്ദ്രം മാറ്റാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 24 ബിഗ് ഇംപാക്ട്. 24 ബിഗ് ബ്രേക്കിംഗ്. പകർച്ചവ്യാധി സാധ്യതയുള്ള ഈ കാലവർഷക്കാലത്ത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. വയനാട് സുഗന്ധഗിരി വൃന്ദാവൻ സർക്കാർ LP സ്കൂളിലെ ക്ലാസ് മുറിയാണ് PHC ആക്കി മാറ്റിയത്. സ്കൂളിലെ ശുചിമുറി ഉൾപ്പെടെ PHCയിലെത്തുന്ന രോഗികൾ ഉപയോഗിക്കുന്നുമുണ്ട്. സ്കൂൾ തുറന്നിട്ടും ആരോഗ്യ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ആശങ്കയിലാണ് അവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും. കഴിഞ്ഞ 27 മുതലാണ് പൊഴുതന പഞ്ചായത്തിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സ്കൂളിലേക്ക് മാറ്റിയത്. സ്കൂൾ തുറന്നിട്ടും ആരോഗ്യ കേന്ദ്രം മാറ്റാൻ തയ്യാറായില്ല. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നത് ഒരുമിച്ചിരുത്തിയാണ്. കോവിഡ് അടക്കം പടരുന്ന സാഹചര്യത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ആശങ്ക പങ്കുവച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു വ്യക്തമാക്കി. വയനാട് DMOയോട് വിശദീകരണം ആവശ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കാരണവശാലും സ്കൂളിന്റെ അകത്ത് ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ല. സ്കൂളായിട്ടും ആരോഗ്യ കേന്ദ്രമായിട്ട് സെപ്പറേറ്റ് തന്നെയായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. അത് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. സ്കൂളിൽ നിന്ന് ആരോഗ്യ കേന്ദ്രം അടിയന്തരമായി മാറ്റാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. അതുവരെ ആവശ്യമെങ്കിൽ സ്കൂളിന് അവധി നൽകാനും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം. ചെറിയൊരു പനി വന്നാൽ പോലും ഇത് കോവിഡ് ആണോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു അവസരത്തിൽ കൊച്ചുമക്കളും ആശുപത്രിയും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടി പറ്റില്ല. സ്കൂൾ അടച്ചു കൂട്ടുന്ന കാര്യം വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്റർ അടിയന്തരമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കാൻ ആരാണ് അനുമതി കൊടുത്തത് എന്നായിരുന്നു സ്ഥലം MLA T സിദ്ദിഖിന്റെ ചോദ്യം. ഒരു കാരണവശാലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആശുപത്രി പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ആരാ അനുവാദം കൊടുത്തേ? ആരോട് ചോദിച്ചിവർ ചെയ്തു? അത് ഗുരുതരമായ വീഴ്ചയാണ്. അതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടണം. സ്കൂളിൽ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് താൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി ഒരു ആലോചനയും നടത്തിയിട്ടില്ല എന്നായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ആരോപിച്ചത്. സുഗന്ധഗിരി വൃന്ദാവൻ LP സ്കൂളിന്റെ ആശങ്ക 24 വാർത്തയാക്കിയതിന് പിന്നാലെ വേഗത്തിലുള്ള നടപടിയാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്കൂൾ എത്രയും വേഗത്തിൽ സ്കൂൾ മാത്രമായി മാറട്ടെ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.